തിരുവനന്തപുരത്ത് എയർ ഇന്ത്യ വിമാന സർവീസ് റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്നും ദമാമിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് റദ്ദാക്കിയത്. മാനസ മനോജ് വിശദാംശങ്ങളുമായി ചേരുന്നു. മാനസ, സംഭവത്തിൽ വിമാനത്താവളത്തിന് മുന്നിൽ ഒരു പ്രതിഷേധം നിലവിലും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ആര്യ, 10:20-നും അതോടൊപ്പം തന്നെ 10:15-നും ഒക്കെ പോകേണ്ട ഫ്ലൈറ്റ് സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഈ 9:30 വരെയും ഈ പോകേണ്ട ആളുകൾക്ക് മൊബൈൽ ഫോണിൽ മെസ്സേജോ അതുപോലത്തെ യാതൊരുവിധ സന്ദേശങ്ങളും എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും മറ്റു ജില്ലകളിൽ നിന്നും എത്തിയതാണ്. അവരൊക്കെയും ഇവിടെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. വന്നപ്പോഴും 9:30 വരെ ഓൺ ടൈമാണ് കാണിച്ചത്. പിന്നീടാണ് കുറച്ച് ഡിലേ ആയിരിക്കും എന്ന സന്ദേശം ഇവർക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസലായി എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രതിഷേധമാണ് നമ്മൾ ഇരിക്കുന്നത്. വിദേശത്ത് പോകുന്ന എന്തെങ്കിലും പൈസ ഒപ്പിക്കാൻ വേണ്ടിയാ പറയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ റീഫണ്ട് ചെയ്തോളുന്നു. ഒന്ന് ചേട്ടാ വല്ല കമ്പിപ്പാരെടുത്ത് കക്കാൻ പോകും. അതിനെക്കാട്ടി ഉള്ള പറയാ, കമ്പിപ്പാരെടുത്ത് കക്കാൻ പോകും. മലപ്പുറം ഓരോ സംസ്ഥാനത്ത് ഓരോരുത്തർ എണ്ണ അടിച്ച് പൈസ കൊടുത്ത് വിദേശത്ത് പോകുന്നത് എന്തെങ്കിലും പൈസ ഒപ്പിക്കാൻ വേണ്ടിയാ. 5 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്തു. നിങ്ങളെ വേറെ എന്തെങ്കിലും പണിക്ക് പറയാമല്ലോ. പാവം പഠിച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ വന്നപ്പോഴാണോ ഇന്നലത്തെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് റൈറ്റ് ടൈം ആണോ, ക്യാൻസലേഷൻ വല്ലതുകൊണ്ടോ, രാവിലെ മുതലുള്ള കഥകൾ നിങ്ങൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണോ ഇല്ലെന്ന് നമുക്ക് അറിയണമല്ലോ. ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. വളരെ ദൂരത്തുനിന്ന് വരുന്നവരാണ്, മലപ്പുറത്തുനിന്ന് വരുന്നവർ, കൊല്ലത്തുനിന്നും ദൂരെ പല ജില്ലകളിൽ നിന്നും വരുന്നവരുണ്ട്. അസിസ്റ്റന്റ് 8:55 വരെ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 1:10 ഫ്ലൈറ്റ് ഇന്ന് പോകുന്നു. എനിക്ക് ഇന്നലെ ഇതേപോലെ വന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് നമ്മള് കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാ. അവന് നാളെ ജോലിക്ക് കയറണ്ടേ. ഇവിടെ വന്നപ്പോൾ പറയാണ്, ഇത്ര നേരമായിട്ട് പറയുകയാണ് ഫ്ലൈറ്റ് ക്യാൻസലാക്കിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ നാളെ ജോലിക്ക് കയറണ്ട. അവന് എന്തോ ചെയ്യും? ഇതിനെക്കാട്ടി അല്ല വല്ല കമ്പിപ്പാരെടുത്ത് കക്കാൻ പോകുന്ന ഇവന്മാരെ പോലെ സീനിയർ മെമ്പേഴ്സ് ആണല്ലോ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കണേ. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കട്ട് ചെയ്യണം. അവരുടെ ഗ്രാറ്റുവിറ്റി അടക്കം ഈ പറഞ്ഞ എംപ്ലോയീസിന് എല്ലാം കൊടുക്കേണ്ടത്. ഇത് കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം. അത് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. കാരണം ഇന്നലെ വന്നിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്യാരണ്ടി എല്ലാം ഈ പറഞ്ഞ ആൾക്കാർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. അവരല്ല, അത് ഗവൺമെന്റ് നിയമം ഇറക്കണം. ഒന്നും പറഞ്ഞിട്ടില്ല. റീഫണ്ട് പറഞ്ഞ ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്തോളൂ, ബോർഡിംഗ് പാസ് പറഞ്ഞ് തന്നിട്ട് എന്നിട്ട് എന്ത് റീഫണ്ട്? റീഫണ്ട് ആയിരുന്നത് 7 ദിവസം കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യുന്നത്. ഞാൻ ഒരു നാളെ ജോലിക്ക് കയറുന്ന എടുത്താൽ 7 ദിവസം കഴിഞ്ഞ് റീഫണ്ട് ചെയ്യുന്നത് എന്തോ ചെയ്യാനാ? എല്ലാവരും അയാട്ട മെമ്പേഴ്സ് ആണല്ലോ എല്ലാ എയർലൈനും. അപ്പൊ ഏതെങ്കിലും എയർലൈൻ അവർക്ക് അറേഞ്ച് ചെയ്ത് വിടാമല്ലോ. കോഡ് ഷെയറിംഗ് എയർലൈനുകളുണ്ട്, അല്ലാത്ത മറ്റേ എയർലൈൻ സമാന്തര സർവീസ് നടത്തുന്നവരുണ്ട്. അതിലേക്ക് മാറ്റി കൊടുക്കാമല്ലോ ടിക്കറ്റ്. അങ്ങനെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാമല്ലോ. ചേട്ടാ ശരിയാണ്, 8 മണിക്ക് വന്നേ. ഇപ്പൊ അവന്മാര് വന്നിട്ട് പറയാം. ആര്യ, ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10:20-നും ദമാമിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. അത് ക്യാൻസലായ വിവരം ഇവിടെ എത്തിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരറിയുന്നത്. അതോടൊപ്പം തന്നെ റീഫണ്ടിന്റെ കാര്യങ്ങളൊക്കെയും ചോദിച്ചപ്പോഴും 7 ദിവസത്തെ സാവകാശമാണ് പറയുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ഇവർ അടച്ച അല്ലെങ്കിൽ വിസ എടുത്ത ടിക്കറ്റിന്റെ ഉൾപ്പെടെ മുടക്കിയ പൈസ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബദൽ സർവീസുകളൊന്നും വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. രാവിലെ മുതൽ ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ജീവനക്കാർ പ്രതിഷേധത്തിലായതിനെ തുടർന്ന് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ നിരവധി യാത്രക്കാർ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് അറിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ എത്തി അറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന ആശങ്കയിലാണ് ഇവരുള്ളത്. നാളെ അവിടെ എത്തേണ്ടവരുണ്ട്, നാളെ ജോലിക്ക് കയറേണ്ടവരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ലീവ് തീർന്ന് അവസാനമായി നിൽക്കുന്ന ആളുകളാണ്
അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇനി പോകാനാകും എന്നുള്ള ആശങ്കയിലാണുള്ളത്. അതോടൊപ്പം തന്നെ 14 ദിവസം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവർ വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള നിരവധി ആശങ്കകളാണ് ഇവർ പങ്കുവെക്കുന്നത്. നേരത്തെയും ഇവിടെ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചേട്ടാ എങ്ങോട്ടേക്ക് പോകാനുള്ളത്? വന്നപ്പോഴാണോ ഫ്ലൈറ്റ്? ഇവിടെ വന്നപ്പോഴാണ് ഇല്ലെന്നറിയുന്നത്. എവിടെയായിരുന്നു പോകേണ്ടിയിരുന്നത്? അബുദാബിയില്. ഇപ്പോഴെന്താ അവർ പറയുന്നത്? ക്യാൻസൽ ആയി എന്നാണോ? ക്യാൻസലായെന്ന് പറഞ്ഞു. നേരത്തെ വരെ പറഞ്ഞത് ഡിലേ ആണെന്നുള്ള. ഡിലേ ആണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാനാ പറഞ്ഞു. ഇപ്പൊ പറയാം ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. എവിടുന്നാ വരുന്നത്? കൊല്ലൂര്. ഏകദേശം എത്ര സമയമായി ഇവിടെ എത്തിയപ്പോൾ? 1.5 മണിക്കൂർ. ഇനിയിപ്പോ എന്ത് ബദൽ സർവീസ് ഒരുക്കി തരുന്ന അങ്ങനെ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ ചെയ്യണത്? എന്താ ചെയ്യണതെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള വണ്ടിയെല്ലാം പോയി. ഇനിയിപ്പോൾ ടാക്സി പിടിച്ച് പോകണം. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രാത്രിയായിരിക്കുന്നു. ഇപ്പോൾ സമയം 10:38. മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന ആളുകളാണ്. തിരിച്ചു പോകാനുള്ള സംവിധാനങ്ങളില്ല. ഇവിടെ എത്തി നേരെ വിമാനത്തിലേക്ക് കയറുന്ന രീതിയിലുള്ള സംവിധാനങ്ങളായിരുന്നു ഇവർ ഏർപ്പെടുത്തിയിരുന്നത്. കന്യാകുമാരിയിൽ നിന്നും അതോടൊപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, ആലുവ തുടങ്ങി കൊല്ലം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നായി വരുന്ന ആളുകളാണ്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് അല്ലെങ്കിൽ 10:20 പോകേണ്ട ഫ്ലൈറ്റിൻ്റെ വിവരം 10 മണിയോടുകൂടിയാണ് ഇവരെ അറിയിക്കുന്നത് ക്യാൻസലായി എന്നുള്ള വിവരം. അതിൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ഏതായാലും ബദൽ സർവീസുകളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. ഇവർക്ക് തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ആശങ്കയിലാണ് നിലവിൽ നിൽക്കുന്നത്. മാനസ, യാത്രക്കാരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമാക്കാം. ഇത്ര ഈ ഒരു പെട്ടെന്ന് ഈ സർവീസ് റദ്ദാക്കുന്നതിന് അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ? നിലവിൽ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളും. ഇവർ മുടക്കിയ പൈസ എങ്ങനെ തിരിച്ചു കിട്ടും, അതോടൊപ്പം തന്നെ എപ്പോൾ ഇവർക്ക് ഇവരുടെ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അബുദാബി, ദമാം, ദോഹ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളാണ്. സ്ഥലത്ത് പോലീസിൻ്റെ വിന്യാസവുമുണ്ട്. വലിയ രീതിയിലുള്ള യാത്രാ സംഘർഷം തന്നെയാണ്, യാത്രാ തടസ്സം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. രാത്രി ഒരു 9 മണിയോടുകൂടി എത്തിച്ചേർന്ന യാത്രക്കാരാണ്. വലിയ രീതിയിൽ പ്രശ്നം ആണ് ഇവർ നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ വഴി മുടക്കി നിൽക്കുന്ന ഒരു അവസ്ഥ, വഴിയാധാരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ എത്തിയ യാത്രക്കാരൊക്കെയും ഇവിടുത്തെ അധികൃതരോട് ചോദിച്ചറിയുന്നുണ്ട് എങ്ങനെ പോകാനാകും, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ സമരം. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെയും ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലുള്ള യാത്രക്കാരോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയും യാത്രക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കോൾ ചെയ്തുകൊണ്ടിരുന്നു, ക്യാൻസലേഷൻ ഉണ്ടോ, കറക്റ്റ് ഓപ്പറേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു സംശയം പറയാം, അല്ലെങ്കിൽ ഒരു 3 hours ബിഫോർ നമ്മൾ ഇൻഫോം ചെയ്യുമെന്ന് പറയാം. ഇതൊന്നും ചെയ്തില്ല. ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അറിയിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരുതരം തിട്ടൂരമാണ്. ശരിക്കും പറഞ്ഞത് അത് തെറ്റാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏക തരി എന്തുകൊണ്ടാണ് നേരത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലി അടുത്ത ഫ്ലൈറ്റ് നിങ്ങളെ ബാധ്യതയാണ്. ബോർഡിംഗ് പാസ് തന്നു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിന്റെ എയർലൈൻ ആ രാജ്യത്തെ പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ എയർലൈൻ അല്ലാതെ മറ്റൊരു എയർലൈനും ഇല്ല. അറിയോ? മറ്റേത് രാജ്യത്തെ എയർലൈനും അവരുടെ ആ രാജ്യത്തെ പൗരന്മാർക്ക് പ്രാധാന്യം കൊടുക്കും, അവരെ ബുദ്ധിമുട്ടിക്കും. മാന്യമായ സർവീസ് നടത്തും. ഇപ്പൊ എന്താണ് അവർ പറയുന്നത്? അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നു? എയർലൈൻ പറയുന്നത് ഒന്നുകിൽ ഒരു 3 days ആഫ്റ്റർ ഒരു കൺഫർമേഷൻ റീഷെഡ്യൂൾ ചെയ്യുന്നതിന് ഉറപ്പൊന്നുമില്ല. എന്ന് തരുമെന്നുള്ളതിന് ഉറപ്പൊന്നും പറയുന്നില്ല.
മറ്റൊന്ന് റീഫണ്ട് ചെയ്യാമെന്ന്. ഇപ്പം റീഫണ്ട് പൈസ എടുത്ത് കയ്യിൽ കൊടുത്താൽ ഇവരെന്ത് ചെയ്യും? ഈ പോകുന്നവർ ഓരോരുത്തരും അത് 7 ദിവസം കഴിഞ്ഞാൽ ആ റീഫണ്ട് കിട്ടുള്ളൂ. നമ്മുടെ ഫെയർ എടുക്കാൻ പറ്റത്തില്ല. എയർലൈൻ അല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു എയർലൈൻ അല്ലേ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത്. എയർ ഇന്ത്യ വിറ്റു, ടാറ്റ വാങ്ങി, ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ രാജ്യത്തെ ഒരു എയർലൈൻ, ഈ രാജ്യത്ത് എങ്ങനെ ഒരു എയർലൈൻ നമുക്ക് സ്വന്തമായി ഉണ്ടെന്ന് പറയും? മറ്റുള്ളതെല്ലാം പ്രൈവറ്റ് ആണല്ലോ, പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ഈ രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റാഫ് മാത്രമല്ല, ജീവനക്കാർ മാത്രമല്ല, മാനേജ്മെന്റും ഇതിനെ നശിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം കണ്ട് വിളിച്ച് ചോദിച്ചിരുന്നല്ലോ അല്ലേ? രാവിലെ മുതൽ വിളിച്ച് ചോദിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോഴേ 8 മണി മുതൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അല്ല, ഇവർക്ക് എന്തോ ആയാലും ഞാൻ ഒറ്റ കാര്യം പറയാം, ഇവർക്ക് 1 മണിക്കൂർ മുമ്പേ ആയാലും 1-2 മണിക്കൂർ മുമ്പേ ആയാലും ഇവർക്ക് അതിൻ്റെ ഇത് അറിയാൻ പറ്റും. ഇവർ ഇതാണ്, ഞങ്ങൾ 7 മണി 7:30 ആയപ്പോൾ ഇവിടെ വന്ന ആൾക്കാരാണ്. ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി. ഞങ്ങൾ എന്തോ ചെയ്യണം പറ? കറക്റ്റ് എന്ന് പറഞ്ഞാൽ 110 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ഇവിടെ വന്നത്. എന്റെ കൂട്ടുകാരെ പോകാൻ നിൽക്കുമോ? നാളെ അവന് ജോലിക്ക് ബാങ്കിൽ കയറണ്ടേ, അബുദാബി ബാങ്കിൽ കയറണ്ടേ. ഇവര് വന്നിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോ അവനെന്തോ ചെയ്യും പറ? അവൻ കടവും മേടിച്ച് മറ്റേതും മേടിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ഒരു തന്നെ. എന്തോ പറ, നിങ്ങൾ പറ. ഈ എയർ ഇന്ത്യ ഇന്നലെ ഇതേണൊക്കെ ഒരു ഇഷ്യൂ ഒരു പുള്ളിക്കാരൻ നിങ്ങളുടെ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുള്ള കേട്ടോ, ക്യാൻസൽ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? ഉള്ള പറ. അന്നെങ്കിൽ ഇവർക്ക് അത് പറ്റത്തെങ്കിൽ പൂട്ടിക്കെട്ടി പോകാൻ പറ, വല്ല മണിക്ക്, വേറെ വല്ല മണിക്ക്. ഇപ്പൊ അതും പറ്റത്തില്ല. അത് അവർ ചെയ്ത ആര്യ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 1:10 തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കി എന്നുള്ളതാണ്. നേരത്തെ 10:20 പോകുന്ന തിരുവനന്തപുരം ദമാം എക്സ്പ്രസ് ആയിരുന്നു റദ്ദാക്കിയത്. ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റും റദ്ദാക്കി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഫ്ലൈറ്റിലും പോകേണ്ട യാത്രക്കാർ വലിയ ആശങ്കയിലാണ്. തിരിച്ച് എങ്ങനെ പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയില്ലാതെ നിൽക്കുകയാണ്. ഏതായാലും വഴിയാധാരമാകുന്ന ഒരു സാഹചര്യം. മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾ രാവിലെ മുതൽ ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാകുന്നു. അതിനെ തുടർന്ന് യാത്രക്കാർ നിരന്തരം എയർപോർട്ടുമായി സംബന്ധിച്ച് ഈ വിഷയവുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഫ്ലൈറ്റ് ക്യാൻസൽ അല്ല എന്ന മറുപടിയാണ് ഇവിടെ നിന്നും ലഭിച്ചത്. തുടർന്ന് തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുകയാണ്. 10:10 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം അരമണിക്കൂർ കഴിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ന്യായമായ യാതൊരു ഉത്തരവും ലഭിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ പുലർച്ചെ 1:30 പുറപ്പെടേണ്ട വിമാനവും ഇപ്പോൾ റദ്ദാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ പ്രതിഷേധം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.